ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഐബെല്ലിൻ്റെ ഐഗ്രീൻ 550 എന്ന് പറയുന്നൊരു പുതിയ മോഡൽ പ്രഷർ പമ്പാണ്. അപ്പോൾ ഇത് 160 ബാർ പ്രഷറാണ് ഈ മെഷീന് വരുന്നത്. അതുപോലെ തന്നെ ജർമ്മൻ ടെക്നോളജിയാണ്. അതുപോലെ തന്നെ 2200 വാട്ട്സാണ്. ഇൻഡക്ഷൻ മോട്ടറാണ്. ഇൻഡക്ഷൻ മോട്ടർ എന്താണെന്ന് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് കണക്ക് ഇതിനകത്ത് 5 മീറ്റർ കേബിള്, 5 മീറ്റർ ഓസ്, ഇതൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. അങ്ങനെ കാർട്ടൂൺ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ നമുക്ക് 5 മീറ്ററിൻ്റെ ഒരു ഓസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഗണ്ണ് കണക്ട് ചെയ്യുന്ന ഓസാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഓസാണ്. അതുപോലെ തന്നെ ഇത് വാറണ്ടി കാർഡാണ്. വാറണ്ടി കാർഡിനകത്ത് പ്രത്യേകമായിട്ട് ഒരു പിന്ന് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഗണ്ണ് ക്ലീൻ ചെയ്യുന്ന പിന്നാണ്. അതൊരിക്കലും കളയരുത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിനിയുള്ളത് ഗണ്ണാണ്. ഇതിൻ്റെ ഗണ്ണിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇനിയുള്ളത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ റാഡാണ്. നമ്മുടെ ഗണ്ണിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു റാഡാണ്. ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് 2 ഗണ്ണ് നമുക്ക് തരുന്നുണ്ട്. ഇത് വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗണ്ണാണ്. ഓക്കെ, ഇനി നമുക്ക് ഷാർപ്പായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗണ്ണ് കൂടി ഈ മെഷീനകത്ത് നമുക്ക് അവർ തരുന്നുണ്ട്. ഇത് നമുക്ക് ചില വർക്കിന് ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഗണ്ണ് നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സോപ്പ് സൊല്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളാണ്. ഇനി ഇതിനകത്തൊരു വെള്ളം കണക്ട് ചെയ്യുന്ന ഒരു ഓസാണ്. 5 മീറ്ററാണ് ഇതുള്ളത്. നമുക്ക് 5 മീറ്റർ അല്ല, നമ്മൾ 30 മീറ്ററാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ആ കണക്ടർ ഊരിയെടുത്ത് അതിൽ കണക്ട് ചെയ്യേണ്ടി വരും. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ ഫിൽട്ടർ യൂണിറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അല്ലാതെ പൈപ്പ് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഫിൽട്ടർ യൂണിറ്റുകളാണ്. അതുപോലെ തന്നെ ഇത് സോപ്പ് സൊല്യൂഷൻ്റെ ഒരു യൂണിറ്റാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഇതിനകത്ത് നമ്മുടെ സോപ്പ് സൊല്യൂഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാനാണ്. ഇനി നമുക്ക് ഈ മെഷീനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. കാർട്ടൂണിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഫിറ്റിങ്സുകൾ എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിങ്ങും. ഞാനിത് മെയിനായിട്ട് കട്ടി കൂടിയ പായൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓടുകൾ അല്ലെങ്കിൽ ചുവരിലുള്ള കട്ടിയുള്ള പായലുകൾ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇത് ഓട് വാഷ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഇതിൻ്റെ കവറൊക്കെ ഇളക്കി നമുക്ക് മെഷീനെ പുറത്തേക്ക് എടുക്കാം. നല്ലൊരു മോഡലാണ് കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉള്ളൊരു മെഷീനാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ ഇനി 5 മീറ്റർ കേബിളാണ് നമുക്ക് വരുന്നത്. 5 മീറ്റർ കേബിളിനകത്ത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 3 പിൻ എന്ന് പറയുന്നത് 15 ആംപിയറിൻ്റെ 3 പിന്നാണ്. അതുപോലെ തന്നെ ഓൺ ഓഫ് സ്വിച്ച് നല്ലൊരു മോഡലിലാണ് ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തേക്കുന്നത്. ഗ്രീന് ഓണാണ്, റെഡ് ഓഫാണ്. ഇവിടെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഗണ്ണിലേക്കുള്ള ഓസാണ്. ഇവിടെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന ലൈൻ ഫിൽട്ടർ ഇട്ടിട്ടാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കതിൻ്റെ ഓരോ ഫിറ്റിങ്സുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. ഇവിടെ ഞാനിപ്പോൾ അതിൻ്റെ ഗ്ലാസ് മോഡലിലുള്ള ഫിൽട്ടർ യൂണിറ്റാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സർവീസിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയാണ് മെഷീൻ്റെ കംപ്ലൈൻറ്റും സർവീസൊക്കെ മനസ്സിലാക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ ഗണ്ണിലേക്കുള്ള ട്യൂബ് കണക്ട് ചെയ്യുവാണ്. അപ്പം ഇതിനകത്ത് വരുന്നത് ഒരു സൈഡ് ത്രെഡ്, ഒരു സൈഡ് പിൻ ടൈപ്പാണ്. അപ്പോൾ ത്രെഡ് ഉള്ളതാണ് നമ്മുടെ മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അല്പം ഓയിൽ അവിടെ അപ്ലൈ ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ഏത് സമയവും ഊരിയെടുക്കാനെ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഊരിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഗണ്ണിൻ്റെ ഭാഗം കണക്ട് ചെയ്യുകയാണ്. ഗണ്ണിൻ്റെ ഭാഗം കണക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്കൊരു ലോക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ലോക്ക് നമ്മൾ ഈ ഒരു ഭാഗം പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് അതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ഊരിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഗണ്ണ് ഓണാക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ അടിയിലൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ലോക്ക് ഓൺ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗണ്ണ് ഓണാക്കാൻ പറ്റത്തില്ല. അത് ഓഫാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഗണ്ണ് നമുക്ക് ഓണാക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് റാഡുകൾ തങ്ങളിൽ കണക്ട് ചെയ്യുന്നതും ഗണ്ണുമായിട്ട് ഫിറ്റ് ചെയ്യുന്നതിനുള്ള ഭാഗങ്ങളാണ്.
അപ്പോൾ ഇതാണ് 2 റാഡുകൾ തങ്ങളിൽ കണക്ട് ചെയ്യുന്നത്. അവിടെ 2 ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്ക് നേരെ വെച്ചതിന് ശേഷം ആ സ്വിച്ച് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ മെഷീന് ഇതിപ്പം വൈഡായിട്ടും ഷാർപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗണ്ണാണ്. കൂടാതെ ഈ മെഷീന് ഒരു ഷാർപ്പായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗണ്ണ് കൂടി തന്നിട്ടുണ്ട്. അതാണ് ഈ മെഷീൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് ഗണ്ണും അതിൻ്റെ നോസിലുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കട്ടിങ് കാണാം. സെയിം പൊസിഷനിൽ വെച്ചതിന് ശേഷം ഇടത്തേക്ക് നമ്മൾ തിരിക്കുമ്പോൾ ഗണ്ണ് ലോക്കാവുന്നതാണ്. ഇനി നമ്മൾ വെള്ളത്തിൻ്റെ ലൈൻ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ എയറെല്ലാം കളഞ്ഞതിന് ശേഷമാണ് വെള്ളത്തിൻ്റെ ലൈൻ കണക്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഈ പമ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ടാപ്പിൽ നിന്ന് വെള്ളത്തിൻ്റെ ലൈൻ എടുത്ത് ഫസ്റ്റ് ഫ്ലോറിൽ മെഷീൻ കണക്ട് ചെയ്ത് ഉപയോഗിക്കരുത്. അത് ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുന്ന വെള്ളത്തിൻ്റെ ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് തന്നെ നമുക്ക് എടുത്ത് മെഷീനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വാഷ് ചെയ്യാനും പറ്റും, പ്രഷറും കിട്ടും. ഇപ്പോൾ താഴെ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് അത്രയും ഫോഴ്സ് നമുക്ക് കുറവായതുകൊണ്ട് മെഷീൻ അത് വെള്ളം വലിച്ച് എടുക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നതാണ്. പിന്നെ അത് എല്ലാ പമ്പിനും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ഓടൊന്ന് വാഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു 50 ഓടോ 100 ഓടോ ഒക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഫുള്ള് നിരത്തി വെച്ചതിന് ശേഷം ഒരു 50 ഓട് ഫുള്ള് നിരത്തി വെച്ചതിന് ശേഷം വൈഡ് പൊസിഷനിൽ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് 2 പ്രാവശ്യം വാഷ് ചെയ്ത് വിടും. അതിനുശേഷം ഈ വൈഡായിട്ടുള്ള പൊസിഷനെ മാറ്റി കുറച്ചുകൂടെ ഷാർപ്പാക്കിയതിന് ശേഷം ഓരോ ഓട് വീതം വാഷ് ചെയ്ത് വിടും. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ഓടും എടുത്ത് ഡ്രൈ ആയിരിക്കുന്ന ഓട് ഒരുപാട് സമയമെടുത്താണ് വാഷ് ചെയ്ത് വിടുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ 2 ഓടും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.